ഹലോ നമുക്ക് 18th ചാപ്റ്ററിലേക്ക് പോയാലോ 18th ചാപ്റ്ററിന്റെ പേരാണ് ഷേർ ഓർ ചൂഹേ കി ദോസ്തി. ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം, ചൂഹ എന്ന് പറഞ്ഞാൽ എലി. സിംഹവും എലിയും ഫ്രണ്ട്സ് ആകുമോ? ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ സിംഹത്തിന്റെയും എലിയുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ കഥ വായിച്ചു നോക്കിയാലോ. ഷേർ മത്വാലി ചാൽ സെ ചലാ ജാ രഹാ താ. കണ്ടില്ലേ നമ്മുടെ സിംഹം നടന്ന് നടന്ന് പോകുന്നത്. മത്വാലി ചാൽ എന്ന് പറഞ്ഞാൽ ഒരു മനോരാജ്യത്തില്, അതായത് എന്തൊക്കെയോ സ്വപ്നം കണ്ട് ആ ഒരു സ്വപ്ന ലോകത്തിൽ അങ്ങനെ നടന്നു പോവുകയാണ്. ചുറ്റുമുള്ളതൊന്നും കാണുന്നോ കേൾക്കുന്നോ ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ നടന്നു പോവാറുണ്ടോ? എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ഡീപ്പായിട്ട് ആലോചിച്ച് നടന്നു പോകുമ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയില്ല അല്ലെ? അതേപോലെ സിംഹം അങ്ങനെ നടന്നു പോവുകയായിരുന്നു. അചാനക് ഉസെ എക് ഹൽക്കി സി ചീഖ് സുനായി ദി. അചാനക് പെട്ടെന്ന് സിംഹത്തിന് എക് ഹൽക്കി സി ചീഖ്, നേരത്തെ ഒരു കരച്ചിൽ കേട്ടു. സുനായി ദി. എക് ചൂഹെ കി പൂജ് ഉസ്കെ പഞ്ചേ കെ നീച്ചെ ആ ഗയി ദി. അങ്ങനെ ശ്രദ്ധിക്കാണ്ട് നടന്നു പോകുന്ന സമയത്ത് അതുവഴി പോയ ഒരു ചെറിയ എലിയുടെ വാല് അറിയാതെ സിംഹത്തിന്റെ കാലിന്റെ അടിയിൽ കുടുങ്ങിപ്പോയി. ആ വേദനയില് എലി കരഞ്ഞതാണ് കേട്ടത് സിംഹം. പെട്ടെന്ന് ആ ഒരു എലി കരഞ്ഞ ശബ്ദം കേട്ടപ്പോഴാണ് സിംഹം സ്വബോധത്തിലേക്ക് വന്നത്. शेर ने अपना पैर हटाया, चूहा फुदत कर झाड़ियों में चला गया. അപ്പോ ഇത് കണ്ടപ്പോൾ സിംഹം പെട്ടെന്ന് തന്റെ കാല് മാറ്റി. പേർ എന്ന് പറഞ്ഞാൽ കാല്, ഹട്ടായ എന്ന് പറഞ്ഞാൽ മാറ്റി. ചൂഹ ഫുദത് കർ, ചൂഹ പെട്ടെന്ന് കുതിച്ച് ജാഡിയോമേ, അടുത്തുള്ള ഷ്രബ്സിന്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് ചലാകയ പോയി. एक दिन शिकारी ने शिकार पकड़ने के लिए ജാൽ ബിഛായ. ഒരു ദിവസം ഒരു വേടൻ, വേടൻ എന്ന് പറഞ്ഞാൽ ഹണ്ടർ, ഹണ്ടർ കാട്ടിൽ പോയി മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന ആളാണല്ലേ. അപ്പൊ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ അയാൾ വല വിരിച്ചു. വല വിരിച്ചെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കുടുക്കാനുള്ള ട്രാപ്പ് സെറ്റ് ചെയ്തു. ജാൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള ട്രാപ്പാണ്. ഉസ് ജാൽ മേ ഷേർ ഫസ് ഗയാ. അയ്യോ, കണ്ടോ, ആ ഒരു ട്രാപ്പില് നമ്മുടെ സിംഹം കുടുങ്ങിപ്പോയി. വ ജോർ ജോർ സെ ധാഡ്നെ ലഗാ. ആ സിംഹം ആ വലയ്ക്കുള്ളിൽ കിടന്നിട്ട് ജോർ ജോർ സെ, ഉറക്കെ ഉറക്കെ ധാഡ്നെ ലഗാ. ധാഡ്നെ എന്ന് പറഞ്ഞ ഘർ എന്ന അലറ്, അത് ഉറക്കെ കരയാൻ തുടങ്ങി. ജംഗൽ മേ രഹനെ വാല ഹാത്തി, ബാലു, ഹിരൺ, ഖർഗോഷ്, ലോമട്ടി. അങ്ങനെ കാട്ടിൽ താമസിക്കുന്ന ഹാത്തി എന്ന് പറഞ്ഞ ആന, ബാലു എന്ന് പറഞ്ഞ ബേർ, ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ, ഖർഗോഷ് മുയൽ, ലോമട്ടി കുറുക്കൻ, ബന്ദർ മങ്കി और अजगर പെരുമ്പാമ്പ് സമേത് സബി പശു പക്ഷിയോനെ ദഹാഡ് സുനി. അപ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും, ഈ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളും അതുകൂടാതെ മറ്റു മൃഗങ്ങളും ഒക്കെ സിംഹത്തിന്റെ കരച്ചിൽ കേട്ടു, അലർച്ച കേട്ടു. पर कोई भी शेर की सहायता को नहीं आया. പക്ഷെ അതിൽ ആരും സിംഹത്തിനെ സഹായിക്കാൻ വന്നില്ല. ഹാ ചൂഹ ജറൂർ ബാഗ ബാഗ വഹാം ആയ. ഈ വലിയ മൃഗങ്ങൾ ആരും വന്നില്ല. പക്ഷേ ചൂഹ, നമ്മുടെ എലി, ജറൂർ തീർച്ചയായും ഓടി ഓടി അവിടേക്ക് വന്നു. വ അപ്നെ പൈനെ ദാന്തോ സെ ജൽദി ജൽദി ജാൽ. എലി അങ്ങോട്ട് ഓടി വന്നതിന് ശേഷം അതിന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ജൽദി ജൽദി, പെട്ടെന്ന് പെട്ടെന്ന് വല കുതർനേലക, കടിച്ചു മുറിക്കാൻ തുടങ്ങി. കുച്ചി പൽമേ, കുറച്ച് സമയത്തിനുള്ളിൽ സാരാ ജാൽ കട്ട് ഗയാ, വല മുഴുവൻ മുറിഞ്ഞു. ഓർ ഷേർ ആസാദ് ഹോ ഗയാ, സിംഹം അതിൽ നിന്ന് ഫ്രീ ആയി. അങ്ങനെയായിരിക്കും അല്ലേ സിംഹവും പിന്നെ എലിയും ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുക. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങൾ ഇതേപോലെ സിറ്റുവേഷനിൽ സഹായിക്കാറുണ്ടോ? സഹായിക്കണം, അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യുക. ഇപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോയാലോ.
बातचीत के लिए। क्या आप एक दूसरे की सहायता करते हैं? कैसे? അതായത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമൊക്കെ ചെയ്യാറുണ്ടോ? എങ്ങനത്തെ സഹായങ്ങളൊക്കെയാണ് ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. शेर के दांत भी तो पैने होते हैं, तो फिर उसने खुद ही जाल क्यों नहीं कुदर डाला? സിംഹത്തിന്റെ പല്ലുകളും പേനെ ഹോത്തേ ഹേ. പൈനെ എന്ന് പറഞ്ഞാൽ മൂർച്ചയേറിയത്. എന്നിട്ട് എന്തുകൊണ്ടാണ് സിംഹം സ്വന്തം ആ വല മുറിച്ചു കളയാഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അതിന് സ്വയം കടിച്ചു മുറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടായിരുന്നോ എന്നാണ് ചോദ്യം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഓരോ ജീവികളുടെ പല്ലിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും. സിംഹത്തിന്റെ പല്ലിന് വലിയ ജീവികളെയും കാര്യങ്ങളും ഒക്കെ കടിച്ചു മുറിക്കാൻ പറ്റും. പക്ഷെ ചെറിയ ചെറിയ വലയൊക്കെ കടിച്ചു മുറിക്കാൻ പറ്റിയ രീതിയിലുള്ള പല്ലുകളായിരിക്കില്ല സിംഹത്തിന്റെ. അതല്ലെങ്കിൽ സിംഹം വലയ്ക്കുള്ളിൽ കുടുങ്ങി അനങ്ങാതെ കിടക്കുകയല്ലേ. അപ്പൊ അതിന് സ്വയം അതിൽ നിന്ന് മുറിച്ച് കളയാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം സിംഹത്തിന് സ്വയം കടിച്ചു മുറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാഞ്ഞത്. നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുക, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇനിയും വേറെ വേറെ ആൻസേഴ്സ് വരും. ഓക്കെ, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഉത്തരങ്ങളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഈ കമന്റ് ബോക്സിലും കൂടി ഒന്ന് ഇടണം കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലാവുമല്ലോ. നെക്സ്റ്റ്, शब्दों का खेल. याद कीजिए कि कहानी में किसने क्या किया और नीचे दिए गए वाक्यों को पूरा कीजिए. ഇവിടെ കുറേ സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഈ ഒരു ഗ്യാപ്സിൽ ഫിൽ ചെയ്യണം. അത് ഉത്തരങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് എടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ്, മത്വാലി ചാൽ സേ ചലാ ജാ രഹാ താ. ആരായിരുന്നു മത്വാലി ചാൽ സേ ചലാ ജാ രഹാ താ? അതെ, ഷേർ, സിംഹമാണ് അല്ലേ. ഡാഷ് നെ അപ്നാ പേർ ഹട്ടായ. ആരാണ് അയാളുടെ കാല് മാറ്റിയത്? ഷേർനെ അപ്നാ പേർ ഹട്ടായ. ഡാഷ് നെ ഷിക്കാർ പകഡ്നെ കെ ലിയെ ജാൽ ബിഛായ. ആരായിരുന്നു? शिकारी ने शिकार पकड़ने के लिए जाल बिछाया. डैश भागा भागा वहां आया. चूहा भागा भागा वहां आया. नेक्स्ट क्वेश्चन, इस कहानी से हमने जाना कि चूहा अपने मित्र शेर को बचाने के लिए जाल खुदर सकता है. बताइए कि दिए गए जानवर अपने मित्रों के लिए क्या क्या कर सकते हैं. ഈ സ്റ്റോറിയിൽ എലി അതിന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അതേപോലെ ഇവിടെ കുറച്ച് ജീവികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ ജീവികൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായ കഴിവുകളുമുണ്ട് അല്ലേ. അങ്ങനെയാണ് എലി ആ ഒരു വല കടിച്ചു മുറിച്ച് സിംഹത്തിനെ രക്ഷിച്ചത്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ബാക്കി ജീവികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവില്ലേ? അതുപയോഗിച്ച് അവരെങ്ങനെ അവരുടെ സുഹൃത്തുക്കളെ രക്ഷിക്കുന്നു നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ്, ചൂഹ ജാൽ കുദർ സക്താ ഹേ, അതവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത് ബില്ലി. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച. പൂച്ചയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സ് എഴുതണം. ടീച്ചർ പറഞ്ഞിരുന്ന ആൻസേഴ്സും നോക്കണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. बिल्ली अपने मित्र के लिए दूध ला सकती है. മേ ബി അല്ലേ, ബില്ലിയുടെ ഫ്രണ്ട് വിശന്നിരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി പാല് കൊണ്ടു കൊടുക്കാൻ ബില്ലിക്ക് പറ്റുമായിരിക്കും. ഇനി ബന്ദർ, पेड़ से फल तोड़कर अपने मित्र को खिला सकता है. അല്ലേ, ബന്ദറിന് മരത്തിൽ കയറാൻ നന്നായിട്ട് പറ്റും. അപ്പോ ബന്ദറിന് മരത്തിന്റെ മുകളിൽ നിന്ന് പഴങ്ങളൊക്കെ പറിച്ച് അതിന്റെ സുഹൃത്തിന് കൊടുക്കാലോ. मछली, मीन, पानी में तैरकर अपने मित्र की तलाश कर सकती है. അപ്പോ പാനി, വെള്ളത്തിൽ നീന്തിക്കൊണ്ട് ഫ്രണ്ടിന് എന്ത് സഹായമാണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ മീനിന് പറ്റും. ചിടിയ, പക്ഷി, आसमान में देखने के बाद मित्र को खतरे के बारे में बोल सकती है.
അതായത് ആകാശത്തിൽ പോയിട്ട് നോക്കുകയാണ് ചുറ്റും ദൂരെ നിന്ന് ഏതെങ്കിലും എനിമി വരുന്നുണ്ടോ എന്നിട്ട് അതിന്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ ആ സൈഡിൽ നിന്ന് ഒരു എനിമി വരുന്നുണ്ട് വേഗം രക്ഷപ്പെട്ടോളൂ അങ്ങനെ പറയാൻ പറ്റില്ലേ യെസ് നെക്സ്റ്റ് ഷേർ अपने बल से दुश्मनों को भगा सकता है സ്വന്തം ശക്തി കൊണ്ട് ദുഷ്മനോങ്കോ എനിമീസിനെയൊക്കെ ഓടിക്കാൻ പറ്റും नेक्स्ट क्वेश्चन आपके सबसे अच्छा मित्र का नाम क्या है आप उसके साथ क्या क्या करते हैं ഇപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണെന്ന് എഴുതണം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് എന്ന് എഴുതണം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം मेरे सबसे अच्छे मित्र का नाम संदीप है നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് ഇതുപോലെ എഴുതണം കേട്ടോ हम साथ में खेलते हैं कहानियां सुनते हैं और पढ़ाई भी करते हैं ഞങ്ങൾ ഒരുമിച്ച് കളിക്കാറുണ്ട് കഥകൾ കേൾക്കാറുണ്ട് और पढ़ाई भी പഠിക്കാറുമുണ്ട് नेक्स्ट क्वेश्चन मित्र शब्द में त्र आया है नीचे कुछ शब्द दिए गए हैं जिनमें त्र आया है और उन शब्दों को छांट कर नीचे लिखिए മിത്ര എന്ന വേർഡിൽ എന്താണുള്ളത് ത്ര അപ്പോൾ അതേപോലെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിലും ത്ര എന്ന അക്ഷരമുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളിൽ ത്ര വരുന്ന വാക്കുകൾ കണ്ടുപിടിച്ചിട്ട് താഴെ എഴുതണം അതിന്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അതും ഐഡന്റിഫൈ ചെയ്യണം നമുക്ക് ആദ്യം നോക്കാം പത്ര എന്ന് പറഞ്ഞാൽ എന്താ അതെ പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ് പത്രയിൽ ത്ര വരുന്നുണ്ടല്ലേ ഓക്കെ നെക്സ്റ്റ് ദോസ്തില് ത്ര വരുന്നുണ്ടോ ഇല്ല പാത്രയില് ത്ര വരുന്നുണ്ട് എന്താണ് ഇതാണ് പാത്രം അത്രയേ ഉള്ളൂ നെക്സ്റ്റ് കമലില് ത്ര വരുന്നില്ല പക്ഷെ ത്രികോണില് ത്ര വരുന്നുണ്ട് എന്താണ് ത്രികോൺ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആണ് ത്രികോൺ തൃശൂൽ അഗെയിൻ ത്ര വരുന്നുണ്ട് എന്താണ് തൃശൂൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൃശൂൽ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ ഇനി മക്കിയിൽ ത്ര ഇല്ല അച്ചാറിൽ ത്ര ഇല്ല വസ്ത്രയില് ത്ര ഉണ്ട് വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം ഡ്രസ്സുകൾ അടുത്തത് പഹേലി ഇവിടെ കുറച്ച് റിഡിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം ആദ്യത്തത് ബിനാ പംഖി ഉഡ് ജാത്തി ബാന്ദ് ഗലെ മേ ഡോർ ഖീച്ചോ തോ ഊപ്പർ ചढ़ जाती രഹേ ഹാത്ത് മേ ചോർ അതായത് ഒരു സാധനം അതിന് ചിറകുകളില്ല എന്നിട്ടും മുകളിലേക്ക് പറക്കും അതിന്റെ കഴുത്തിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ട് ആ കയർ നമ്മൾ താഴേക്ക് വലിച്ചാല് ഇത് മുകളിലേക്ക് പോകും എന്നാൽ കയർ നമ്മുടെ കയ്യിലുണ്ടാവും ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്താണത് യെസ് പതംഗ് കൈറ്റ് നെക്സ്റ്റ് एक थाल मोती से भरा सिर के ऊपर औधा धरा जैसे जैसे थाल फिरे മോത്തി ഉസ്മേ ഏക് ന ഗിരേ അതായത് ഒരു വലിയൊരു പ്ലേറ്റ് അതിൽ നിറയെ മുത്തുകൾ നിറച്ചു വെച്ചിരിക്കുന്നു അത് നമ്മുടെ തലയുടെ മുകളിലാണുള്ളത് എന്നിട്ട് പാത്രം തിരിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ടും ഒരു മുത്ത് പോലും താഴേക്ക് വീഴുന്നില്ല എന്താണത് യെസ് ആസ്മാൻ ആകാശമാണ് ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങൾ കാണുന്ന സമയത്ത് അതില് ഒരു പ്ലേറ്റിൽ മുത്തുകൾ വെച്ച പോലെ തോന്നും അല്ലേ എന്നാൽ അത് ഒന്നുപോലും താഴേക്ക് വീണുപോയില്ല നെക്സ്റ്റ് चार पाव पर चल न पाऊं बिना हिलाए हिल न पाऊं फिर भी सबको दू आराम ചട്പട് പോലോ മേരാ നാം 4 കാലുകളുണ്ട് ഇതിന് എന്നാലും നടക്കാൻ പറ്റില്ല നടക്കാതെ ഒരു സ്ഥലത്ത് അനങ്ങാതിരിക്കുകയാണ് ഫിർബി എന്നിട്ടും എല്ലാവർക്കും ആരാം അതായത് റെസ്റ്റ് കൊടുക്കും പെട്ടെന്ന് പറയൂ എന്റെ പേരെന്താണെന്ന് പലങ്ക് കട്ടിലാണ് 4 കാലുള്ള കട്ടിലാണ് അനങ്ങാതെ ഒരിടത്തിരിക്കുകയാണ് എവിടേക്കും പോകില്ല എല്ലാവർക്കും വിശ്രമം നൽകും നെക്സ്റ്റ്
खेल खेल में ठंडी जगहों पर യാക് ही हमारा सच्चा मित्र है. തണുപ്പുള്ള സ്ഥലത്ത് യാക് എന്ന ജീവിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സച്ചാ മിത്ര, ബെസ്റ്റ് ഫ്രണ്ട്. ആജ് വ അപ്നെ ഘർ കാ രാസ്ത ഭൂൽ ഗയാ ഹൈ. ഇന്ന് യാക്കിന് അതിന്റെ വീട്ടിലേക്കുള്ള വഴി മറന്നുപോയി. ഉസെ ഉസ്കെ ഘർ പहुंचने में സഹായത കീജിയേ. നിങ്ങൾക്ക് ഇന്ന് അതിന്റെ വീട്ടിലെത്താൻ സഹായിക്കാൻ പറ്റുമോ? ഇതൊരു വഴിയാണ്, ഇനിയും വഴിയുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. मिलकर पढ़िए. राजू और मीना दोनों मित्र है और साथ में बस से विद्यालय जाते हैं. രാജുവും മീനയും രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അവരെന്നും ഒരുമിച്ചാണ് ബസ്സിൽ സ്കൂളിലേക്ക് പോവാറുള്ളത്. एक दिन बस से विद्यालय जाते समय एक बड़ा लड़का उन दोनों को चिढ़ाने लगा. അവരൊരു ദിവസം ബസ്സിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബഡാലെടുക്ക, വലിയ കുട്ടി വന്നിട്ട് അവരെ കളിയാക്കാനും അവരോട് ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങി. वो दोनों डर गए और रोने लगे. അവര് കൊച്ചുകുട്ടികളല്ലേ, അവര് പേടിച്ചു പോയി, അവര് കരയാൻ തുടങ്ങി. ഉന്നെ അസുരക്ഷിത് ലഗാ. അവർക്ക് അവിടെ സേഫ് അല്ലാത്ത പോലെ, അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അസുരക്ഷിത് എന്ന് പറഞ്ഞാൽ അൺസേഫ്, സുരക്ഷിത് എന്ന് പറഞ്ഞാൽ സേഫ്. असुरक्षित, जब हमारे आसपास कोई खतरा हो या जब कोई हमें नुकसान या चोट पहुंचाने का प्रयत्न करे. നമ്മളുടെ അടുത്ത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മളെ മുറിവേൽപ്പിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിലോ तब हम अपने आप को असुरक्षित महसूस करते हैं. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു അസുരക്ഷിത്, അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? സുരക്ഷിത്, जब हमारे आसपास कोई खतरा न हो. നമ്മുടെ ചുറ്റുവട്ടത്തിലും ഒരു അപകടവുമില്ല. या जब कोई हमें नुकसान या चोट न पहुंचाए. നമ്മുടെ ചുറ്റുമുള്ള ആരും നമ്മളെ ഉപദ്രവിക്കാനോ മുറിവ് പറ്റിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. तब हम अपने आप को सुरक्षित महसूस करते हैं. അപ്പൊ നമുക്ക് സ്വയം ഒരു സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ സുരക്ഷിതമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. यहाँ पर कुछ उदाहरण दिए गए हैं. ഇവിടെ താഴെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. आपको राजू और मीना को यह बताने में सहायता करनी है कि कौन सा उदाहरण सुरक्षित है और कौन सा असुरक्षित. ഇവിടെ താഴെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ രാജുവിനും മീനയ്ക്കും പറഞ്ഞു കൊടുക്കണം ഇതിൽ ഏത് ഉദാഹരണമാണ് സുരക്ഷിതം, സേഫ്, അല്ലെങ്കിൽ ഏതാണ് അസുരക്ഷിത്, അതായത് അൺസേഫ്. നമുക്ക് വായിച്ചു നോക്കിയാലോ. സുരക്ഷിത് കേലിയെ ടിക് കാ ചിഹ്ന ലഗായേ. ഈ സെന്റൻസുകളിൽ ഏതെങ്കിലും സുരക്ഷിതമാണെങ്കിൽ ഇവിടുത്തെ ബ്രാക്കറ്റിൽ നിങ്ങൾ ടിക്ക് കൊടുക്കണം. ഓർ അസുരക്ഷിത് കേലിയെ, അസുരക്ഷിത് ആണെങ്കിൽ നിങ്ങൾ ക്രോസ് കൊടുക്കണം. ക്രോസ് കാ ചിഹ്ന ലഗായേ. ആപ്കെ പിതാജി ആപ്കെ സാത്ത് ഖേൽ രഹേ ഹേ. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കൂടെ കളിക്കുകയാണ്. അത് സേഫ് ആണോ, സേഫ് അല്ലയോ? സേഫ് ആണല്ലേ? ഓക്കെ. ആപ്കാ മിത്ര ആപ്കോ മാർത്താ ഹേ. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ അടിക്കുകയാണ്. അത് സേഫ് ആണോ? നോ. बाजार जाते समय आपकी माँ के हाथ से आपका हाथ छूट जाता है. നിങ്ങൾ മാർക്കറ്റിൽ അമ്മയുടെ കൂടെ പോവാണ്, അമ്മയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളുടെ വിട്ടുപോയി, നിങ്ങൾ ഒറ്റയ്ക്കായി പോയി. സേഫ് ആണോ, സേഫ് അല്ലയോ? സേഫ് അല്ല. ഖേൽ കൂത്ത്, ഇവിടെ ഒരു പിക്ചറിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ? കണ്ടോ, പലതരം കളികളാണ് കുട്ടികൾ കളിക്കുന്നത്. ഈ ചിത്രങ്ങൾ നോക്കി ഇവിടെ അതിന്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഉത്തരം കൊടുക്കണം കേട്ടോ. കുറേ കുട്ടികൾ മരത്തിന്റെ മേലെ കയറി കളിക്കുകയാണ്. ഇനി കുറച്ച് കുട്ടികൾ കണ്ടോ ഗില്ലി ഡണ്ട കളിക്കുന്നുണ്ട്. ഇവിടെ 2 കുട്ടികൾ മാർബിൾസ് ഉപയോഗിച്ചിട്ട് കളിക്കുന്നുണ്ട്. ഇനി ഇവിടെ 2 പേര് കണ്ടോ ബാഡ്മിന്റൺ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി കൈറ്റ് പറപ്പിക്കുന്നുണ്ട്. കുറച്ചു പേര് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 കുട്ടികൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിക്കുന്നുണ്ട് അല്ലേ? ഈ ചിത്രം നിങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രമേ കിത്തനെ ബच्चे ദിഖ് രഹേ ഹേ. നിങ്ങൾ വിശദമായിട്ട് എണ്ണി നോക്കണം.
എന്നിട്ട് അതിന്റെ ആൻസർ എഴുതണം. നമുക്ക് 17 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ഇനി ശരിയായ ഉത്തരം നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, इस चित्र में बच्चे कौन कौन से खेल खेलते हुए दिखाई दे रहे हैं? ഇതില് എന്തൊക്കെ കളികളാണ് കുട്ടികൾ കളിക്കുന്നത്? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ്. चित्र में बच्चे शटल बैट, पतंग उड़ाना, गिल्ली डंडा, छुपन छुपाई और कागज की नावों से खेलना और भी कई अन्य खेल खेलते हुए दिख रहे हैं. ഇനിയും ഗെയിംസ് കളിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, इन खेलों के अलावा और कौन कौन से खेल आपने खेले हैं? उनके नाम और खेलने का तरीका बताइए. ഇതല്ലാതെ നിങ്ങൾ എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ടോ അതൊക്കെ ഏതൊക്കെ കളികളാണ്, അതിൻ്റെയൊക്കെ മെത്തേഡ് എങ്ങനെയൊക്കെയാണ് കളിക്കുന്നതെന്നും പറയാം. इन खेलों के अलावा मैंने क्रिकेट, फुटबॉल और सांप सीढ़ी खेला है. ഇതല്ലാതെ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, പിന്നെ പാമ്പും കോണിയും അല്ലെങ്കിൽ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് കളിച്ചിട്ടുണ്ട്. ഓരോ ഗെയിംസും എങ്ങനെയാ കളിക്കുകയെന്ന് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ്, चित्र में बहुत से खेल दिखाई दे रही है. कुछ खेलों को अकेले खेला जाता है. ഈ ചിത്രത്തില് കുറേ തരം കളികൾ കണ്ടു. ഇതിൽ ചില കളികൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. कुछ को दो लोगों से जोड़ में और कुछ को खेलने के लिए बड़े समूह की आवश्यकता होती है. ചില കളികൾ ഒറ്റയ്ക്ക് കളിക്കും, ചിലതിന് രണ്ട് ടീം അല്ലെങ്കിൽ രണ്ട് ആൾക്കാരുടെ ഒരു ടീം വേണം, അല്ലെങ്കിൽ കുറേ കുട്ടികളുള്ള വേറെ ഗെയിംസും ഉണ്ട്. चित्र को देखकर बताइए कि कौन कौन से खेल खेलने के लिए कितने लोगों की आवश्यकता होती है. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഓരോ ഗെയിമിനും എത്ര ആൾക്കാർ വേണമെന്ന് നിങ്ങൾ പറയാം. ഫസ്റ്റ്, അക്കേലെ ഖേലെ ജാനെ വാലെ. ഒറ്റയ്ക്ക് കളിക്കുന്ന ഗെയിംസ് ഇതിൽ ഏതൊക്കെയായിരുന്നു? ഒറ്റയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ബോട്ട് ഉണ്ടാക്കി കളിക്കാം, ഒറ്റയ്ക്ക് വേണമെങ്കിൽ കൈറ്റ് പറപ്പിക്കാം, ഇനിയോ ഒറ്റയ്ക്ക് വേണമെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറാം, ഒറ്റയ്ക്ക് ഓടിക്കളിക്കുകയും ചെയ്യാം. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാം. നമുക്കതിൽ ഏതെങ്കിലും ഒരു ആൻസർ ഇവിടെ എഴുതാം. പതംഗ് ഉഡാന, ഖേൽനെ വാലോം കി സംഖ്യ. അതായത് ഇതില് ഈ ഒരു ചിത്രത്തില് എത്ര പേര് കൈറ്റ് പറപ്പിക്കുന്നുണ്ട്? ഒരു ഗേള് മാത്രമാണല്ലേ. അപ്പൊ ഇവിടെ ഒരാളെ ചെയ്യുന്നുള്ളൂ. അതേപോലെ നിങ്ങൾ ബോട്ടായിരുന്നെങ്കിലോ, ബോട്ട് കൊണ്ട് കളിക്കുന്നവര് രണ്ടുപേര് ബോട്ട് ഉപയോഗിച്ചിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, ബോട്ട് ഒറ്റയ്ക്ക് കളിക്കാം, അത് ഈ ചിത്രത്തിൽ രണ്ടുപേര് കളിക്കുന്നുണ്ട്. അങ്ങനെ. അടുത്തത്, ദോ കെ ജോഡേ മേ ഖേലെ ജാനെ വാലെ. രണ്ടുപേര് കളിക്കേണ്ട ഗെയിംസ് ഏതൊക്കെയാ? ബാഡ്മിന്റൺ അല്ലേ. ഇതാ ഇവിടെ ഷട്ടിൽ ബാറ്റ് രണ്ടുപേരാണ് കളിക്കുന്നത്. ബാക്കി ഒറ്റയ്ക്ക് ഒരാൾക്ക് കളിക്കാൻ പറ്റില്ല, കുറേ പേരുമല്ല കളിക്കാം, രണ്ടുപേരുടെ ഒരു ഗ്രൂപ്പ് വേണം. അപ്പൊ ഷട്ടിൽ ബാറ്റ് ആണ് രണ്ടുപേര് കളിക്കാൻ പറ്റിയ ഗെയിം. ബാഡ്മിന്റൺ അല്ലെങ്കിൽ ഷട്ടിൽ ബാറ്റ് ഇവിടെ രണ്ടുപേര് കളിക്കുന്നുണ്ട്. അടുത്തത്, സമൂഹ് മേ ഖേലെ ജാനെ വാലെ. വലിയൊരു ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ഗെയിംസ് ഏതൊക്കെയായിരുന്നു? കുറേ ഗെയിംസ് ഉണ്ട്. ഇവിടെ കളിക്കുന്ന പല കളികളും ഗ്രൂപ്പായിട്ട് കളിക്കുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിമിനെ പറ്റി എഴുതാം. ഗില്ലി ഡണ്ട അല്ലേ, എത്ര പേര് കളിക്കുന്നുണ്ടായിരുന്നു? 4 പേര് കളിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ്, आप मित्रों के साथ कौन सा खेल खेलना पसंद करते हैं? उस खेल को कैसे खेलते हैं लिखिए. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഗെയിംസിനെ പറ്റി കുറച്ച് വാക്കുകൾ എഴുതാം. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. मैं मित्रों के साथ छुपन छुपाई खेलना पसंद करता हूँ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് ഇഷ്ടം. इसमें एक व्यक्ति ढूंढने का काम करता है. ഒരാള് മറ്റുള്ളവരെയൊക്കെ തപ്പി കണ്ടുപിടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ബാക്കി ലോഗ് ചുപ് ജാത്തെ ഹേ. ബാക്കിയുള്ളവരെല്ലാരും ഹൈഡ് ചെയ്യും, ഒളിച്ചിരിക്കും. ഗിൻതി പൂരി ഹോനെ കെ ബാദ് ढूंढने वाला വ്യക്തി സബി കോ ढूंढता है. 1 2 3 4 എന്ന് എണ്ണിയതിനു ശേഷം എണ്ണിക്കഴിഞ്ഞപ്പോൾ അവര് ഒളിച്ചിരിക്കുന്ന എല്ലാവരെയും തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. जो छुपे होते हैं वे जल्दी से बाहर आते हैं. ഒളിച്ചിരിക്കുന്നവര് പെട്ടെന്ന് പുറത്തു വരും.
ये खेल बहुत मजेदार होता है. അങ്ങനെ ഈ ഒരു ഗെയിം വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിനെ പറ്റി ഇതുപോലെ 2-3 വാക്കുകൾ എഴുതുക. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. സിംഹത്തിന്റെയും എലിയുടെയും ദോസ്തിയെ പറ്റിയുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഓക്കെ, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ ചെറിയ ചെറിയ സെന്റൻസിൽ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.